പോലീസുകാർ നോക്കുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഓട്ടോക്കാര്, റോഡിലൊക്കെ നിൽക്കുന്നവര് എന്തോ ഒരു അത്ഭുതം കണ്ടുപിടിച്ചാണ് നോക്കുന്നത്. ഇന്നൊരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വണ്ടി കയറിയിട്ട് എന്നോട് ചോദിച്ചു, ആ മോളെ എന്താ KSRTC മാറി പ്രൈവറ്റിലോട്ടായി. ഞാൻ പറഞ്ഞു ഇത് KSRTCയുടെ നല്ല ബസ്സാ. അവര് ചോദിച്ചു ഇത്രയും നാളും KSRTC പോയില്ലേ, എന്ത് പറ്റി പ്രൈവറ്റിലോട്ട് പോകാൻ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ഒരു അതിശയം. എല്ലാവർക്കും ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പിന്നെ കയറിയവരെല്ലാം പറഞ്ഞു വണ്ടി സൂപ്പറാണ്, നമുക്ക് ഇത് മതി എന്നൊക്കെയാ പറഞ്ഞു. യാത്ര ചെയ്യാനുള്ള സീറ്റൊക്കെ ഉണ്ട്. പെയിന്റ് ഏതായാലും ഇപ്പം മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അടിക്കുന്നു. ഇപ്പൊ എന്തായാലും ഇത് ഈ മലയോര മേഖലയിൽ ഏറ്റവും നല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മള് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഫീലേ ഇല്ല. മെയിനായിട്ട് നമ്മൾ KSRTC ചെയ്യുമ്പോൾ ഒരു മൂകതയായിട്ടില്ലേ പോകുന്നത്. ഇതിലുള്ള പാട്ടും പിന്നെ സീറ്റുകളെല്ലാം നല്ലതാ, യാത്രക്കാരൊക്കെ ഭയങ്കര സന്തോഷം, ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് സംസാരിച്ചോണ്ടാ ഓരോന്ന്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ KSRTC ഇപ്പൊ കയറിയിട്ട് 20 വർഷം കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. എന്നെ ഈ വണ്ടി ഉൾപ്പെടെ ഞാനും വൈറലായി. ഈ വണ്ടി കൊണ്ടുപോയി ഞാനാ. വണ്ടി കൊള്ളാം കൊള്ളാം കൊള്ളാം. നിങ്ങൾക്കൊരു ഭീഷണിയാണോ? നമുക്ക് ഭീഷണിയായിട്ടൊന്നുമില്ല. ഇല്ല, മാറ്റങ്ങൾ വേണമല്ലോ. അതെ അതെ, ചെറിയ മിനി ബസ് അല്ലേ? ചെറിയ മിനി ബസ്. കൂടുതൽ കളക്ഷൻ കിട്ടുവാൻ പോകുന്നു തോന്നുന്നുണ്ടോ? കളക്ഷൻ മാത്രമല്ലല്ലോ, അതെ, അതിനുപരി യാത്ര. ഇങ്ങനൊരു ബസ് ആദ്യം ഇവിടെ കയറുന്നപ്പോൾ എന്ത് തോന്നി? പ്രൈവറ്റ് ബസ് KSRTC സ്റ്റാൻഡിൽ എന്താ കാര്യം തോന്നിയില്ലേ? അത് പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ഓടാൻ തന്നിരിക്കുന്നതല്ലേ. ഒരു ദിവസത്തേക്ക് ട്രയൽ. ഇപ്പൊ നമ്മളിപ്പോ കൊട്ടാരക്കര ഏനാത്തൂർ ട്രിപ്പില് കൊട്ടാരക്കര 2-3 ദിവസം പോയി. ഇനിയിപ്പോ നമ്മൾ മലയോര പ്രദേശമായ വെള്ളം തെറ്റി പൂവും കുളഞ്ഞ് പോത്തുവറ ആ റൂട്ടിലൊക്കെ നാളെ തൊട്ട് സർവീസ് തുടങ്ങുകയാണ്. യാത്രക്കാർക്ക് ഈ വണ്ടി വെച്ചാൽ പ്രത്യേകിച്ച് അറിയാമല്ലോ, ഈ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും കൗതുകം. കയറുന്ന ചോദിക്കുന്നത് കല്യാണ വണ്ടിയെന്ന് ചോദിക്കുന്നു, ചിലർക്ക് അറിയുന്നില്ല. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു വണ്ടി. വണ്ടി കൊള്ളാം. വണ്ടി 2 ദിവസമേ വന്നിട്ട് ഞങ്ങൾ ഈ കുന്നിക്കോട് കൊട്ടാരക്കര റൂട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഞങ്ങൾ ഈ വനം പ്രദേശത്തോട് ഓടിക്കാനുള്ള പരിപാടിയാണ്. മേലെ നിർദ്ദേശം ഒന്ന് കിട്ടുമായിരിക്കും. ഇപ്പോൾ മാനേജർ ഉണ്ട് വണ്ടിക്ക് അതില്ലേ? ഇല്ല, മാനേജില്ല. ഇല്ല, വണ്ടിയാണ് കമ്പനി ആൾക്കാരായിട്ട്. അത് ഈ വണ്ടിയുടെ പഴയ ഡ്രൈവറാണ്, പഴയ സാരഥിയാ. നമുക്കിവിടെ ഒരു വണ്ടിയുള്ളൂ. ഇപ്പൊ എന്ത് തോന്നുന്നു സാർ ഇങ്ങനെ വണ്ടി വന്നതിന്? വണ്ടിയുടെ ആൾക്കാർക്കൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. ആണുണ്ട്. വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ KSRTCയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഉണ്ട്. ഇപ്പൊ ഇത് സക്സസ് ആണെങ്കിൽ ഒരുപാട് ബസ്സുകൾ ഇതേ കൂട്ടി തന്നെ നമ്മൾ ഇറങ്ങും.